വർഷങ്ങൾക്ക് മുമ്പാണ്. ചെമ്പനാട് എന്ന മഹാസാമ്രാജ്യം ശക്തരായ വീരന്മാർ മാത്രമുള്ള ചെമ്പനാട്. ഇവിടെയും അധികാര കസേരയ്ക്ക് വേണ്ടി ഗൂഢാലോചനകൾ നടന്നു. ആ ഗൂഢാലോചനകൾ അതിരുവിട്ടപ്പോൾ പഴയ ആചാരങ്ങൾ വീണ്ടെടുക്കേണ്ടി വന്നു. ആചാരപ്രകാരം ചെമ്പനാടിന്റെ അധിപനാണെന്നും ചെമ്പനാടിന്റെ അടയാളമായ ചെമ്പുപാത്രം എടുത്തുയർത്താൻ കഴിവുള്ള അതിശക്തനായിരിക്കും. ഭാഗ്യം പരീക്ഷിക്കാൻ പല മല്ലന്മാരും ആ മണ്ണിൽ കാലുകുത്തിയെങ്കിൽ ആർക്കും ആ ചെമ്പിനെ അനക്കാൻ പോലും സാധിച്ചില്ല. പക്ഷേ ആ രാജസദസ്സിനെ മൊത്തം അമ്പരപ്പിച്ചുകൊണ്ട് വടക്കൻ മണ്ണിൽ നിന്നും അവൻ വന്നെത്തി. അങ്ങനെ ചെമ്പകുക്കിയ വാലിബൻ ചെമ്പനാടിന്റെ അധിപനായി. പക്ഷേ നിർഭാഗ്യവശാൽ അന്ന് തന്നെ നടുവിനുണ്ടായ ക്ഷതം മൂലം താൻ വീര്യത്തോടുകൂടി നേടിയെടുത്ത രാജപദവി പൂർണ്ണമായും വിനിയോഗിക്കാൻ വിധി വാലിബനെ അനുവദിച്ചില്ല. വർഷങ്ങൾ കടന്നുപോയി. വാലിബൻ അന്ന് തൊട്ടിന്നുവരെ ഒരേ കിടന്നു. തന്റെ നടുവേദനയ്ക്കുള്ള പോംവഴിയെ വൈദ്യന്മാരെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞ് ഒരു പേരിൽ നീലം കൊടുവേ. ചിന്നുവിനെ ഭരിക്കാൻ തീരുമാനിച്ച ആ മൂന്ന് പിറ്റേ ദിവസം 10 മണിക്ക് മുന്നേ തന്നെ ചെമ്പനാട്ടിലെത്തി.
നിന്റെ പേരെന്താ? ഞാൻ ചിന്നു. ശാന്തൻ, ബിബിൻ. അമ്മ ബൈ. അമ്മ കയ്യിൽ കുറെ സ്വർണ്ണമൊക്കെ ഉണ്ടല്ലോ. ലങ്കച്ചേടെ ഇത്ര സെറ്റപ്പ് ആണോ? അത് പിന്നെ ചൈന മസാല ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ടല്ലോ. അമ്മ ഡാൻസ് മാത്രോ? അണ്ണം പ്രതിഭയല്ല, കലാപ്രതിഭ. ഒരു കാര്യം പറയാത്ത, നിങ്ങളൊന്നും അറിയാൻ പാടില്ലാത്ത, നിങ്ങൾ വിചാരിക്കുന്നതിന്റെ അപ്പുറമുള്ള കഴിവ് അണ്ണനുണ്ട്. ഇത്ര കഴിവുണ്ടായിട്ട് സിനിമയിലൊന്നും ട്രൈ ചെയ്തില്ല? സിനിമയില് അണ്ണനെ ഹോളിവുഡിൽ വിളിയൊന്നുമല്ലേ? അത് സിനിമ. അത് പിന്നെ മറ്റേ ഈ പടല്ലേ, നമ്മുടെ ഒപ്പൻഹൈമർ. ഏത് ക്രിസ്റ്റഫർ നോളന്റെ ഓപ്പൻഹൈമറോ? ആ നോളം തന്നെ. നോളിന് നമ്മുടെ അണ്ണനൊക്കെ LKG അപ്പുറത്ത് പഠിച്ചതല്ലേ. എന്നിട്ട് അണ്ണാര പടത്തിലൊന്നും ഇല്ലല്ലോ. അന്ന് പിന്നെ നമ്മുടെ അണ്ണൻ കടയിൽ സൂസണിങ്ങനെ തിരക്കിലായതല്ലേ. പക്ഷെ പടത്തേക്കുള്ള സകല പ്രമോഷനും നമ്മുടെ അണ്ണനാ. മോനെ, ഇന്ന് ബാങ്ക് പോണം. നാളെ ഡീറ്റെയിൽ ആയിട്ടില്ല. ആള് ഭയങ്കര കരുത്തനാണല്ലേ. ഞാൻ ചിന്നു. ശാന്തൻ, നീ ജിമ്മിൽ പോ. ആ ജിമ്മിൽ പോവാറുണ്ട്. പ്രോട്ടീൻ പകരം മേടിച്ചിട്ട് വേണ്ട ചേട്ടാ. പ്രോട്ടീനൊക്കെ കഴിച്ച് അടിച്ചു കയറി വാ. സുരിയ, തെറ്റിന്റെ ഭാഗത്ത നിന്നെ കൂട്ടാതെ ഞാൻ പോയതായിരുന്നു. വാ, നമുക്ക് പോവാം. ചെമ്പിനാട് സൽക്കാരവയിൽ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സൂപ്പർ ഫുഡ്സാണ്. ബട്ട് നെക്സ്റ്റ് ടൈം ഇഡ്ലി ബാൻ. വാസുമണി, ഭക്ഷണമൊക്കെ ഇഷ്ടപ്പെട്ട മണി. വാസുവിനാരുടെ ഓശാനൊന്നും വേണ്ട. നിങ്ങൾക്ക് കടുമൻ പറ്റിയ നീലക്കൊടുവേലി കൊണ്ടുവരാൻ 7 ദിവസം സമയം തരും. ഇന്നേക്കെയാണ് ചെമ്പനാട്ടിലോട്ട് നീലക്കൊടുവേലി കൊണ്ടുവരുന്ന വീരനായകൻ എന്റെ ചിന്നോട് വേണ്ടി തലകിട്ടുക. അമ്മ പറ. കുടുംബം പോറ്റിയുടെ മണം ആപ്പ് നോക്ക്. ഹലോ അലക്സ, കൊടുമൻപൂറ്റി ഹോംവേർ. Kachamanpati home is 34 kilometers from here. അണ്ണ അതുള്ള കുറച്ച് ഉണ്ടാകുന്നു. എന്നാ മോനെ വേഗം പോ. എടാ മോനെ, അപ്പൊ നാളെ വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. ആരാ എന്തിനാ കൊണ്ടുവന്നേ? അണ്ണൻ നീലക്കൊടുവേലിയാ. സോറി അണ്ണ. നിങ്ങളുടെ കയ്യിൽ നീലക്കൊടുവേലിയില്ല, അത് മേടിക്കാൻ വന്നു.
നീലക്കുടുവിൽ ഇന്ന് തരാമ്മ. എന്റെ രംഗം എന്റെ ജീവിത പ്രശ്നമാമ്മ. നീലക്കൊടുവേലിയൊക്കെ തരാലോ. അതിനു മുമ്പ് തനി ഈ കലാപരമായ വല്ല കഴിവും നിശ്ചയമുണ്ടോ? എനിക്ക് എന്ത് കഴിവ് മൊത്തം ഈ അണ്ണനാ. അമ്പാൻ എന്ത് കഴിവാ ഇയാൾക്കുള്ളത്? കാണട്ടെ. അമ്പാൻ അണ്ണന്റെ കഴിവോ? അണ്ണന്റെ കഴിവാണ് ഇത് കണ്ടു നോക്കിന്റെ പോറ്റി. മോളെ ബാലാമണി, ആ ഹെഡ്സെറ്റ് ഇങ്ങോട്ട് കൊണ്ടുവരിക. പക്ഷെ ഇതിപ്പോ നേരിട്ടല്ലല്ലോ, ഫോണിലല്ലേ. നേരിട്ടുള്ള പ്രകടനം കാണട്ടെ. അണ്ണാ ഇയാളുടെ മുഖം പിടിച്ച് ഉരച്ചാല. അമ്മ നമുക്ക് നീലക്കൊടുവിൽ വേണം. അണ്ണാ എന്നാലും ചെയ്യണോ? കുഴപ്പമില്ല അമ്മ, ഞാൻ പൂസം, ഞാൻ ചെയ്യും. തന്റെ വരവും പ്രകടനവും ഒക്കെ എനിക്ക് ഇഷ്ടായി. അത്താഴത്തിനുള്ള കൂടാ എന്താ? എന്നാ പറഞ്ഞ കഴിച്ചിട്ടിരിക്കും. അമ്മ അത്രയൊക്കെ പിന്നെ ഇന്ന് ബാങ്ക് പോണം. പോറ്റി ആ നീലക്കൊടുവിൽ ഇട്ടാ ഞങ്ങൾ പോട്ടെ. തനിക്ക് നീലക്കൊടുവിൽ കിട്ടാൻ അനുവാദം ഇല്ല. അണ്ണാ ആ കിളവന്റെ മുഖം പിടിച്ചങ്ങ് ഒരച്ചാല. എന്റെ കൃഷ്ണ, വലിയ കുടുംബൻ പോറ്റിയൊക്കെ ആയിട്ട് എന്താ കാര്യം? അച്ഛന്റെ ഒരു മറവിയേ. ചേട്ടാ ഒരു ഹെഡ്സെറ്റ് കണ്ടോ? ഇത് അമ്മ നീ കണ്ട? ആ കിട്ടിയണ്ണ, കിട്ടി ഇതല്ലേ? അമ്മ എന്ത് ചെയ്തിട്ടാണ് ആ കൂടുതൽ കണ്ടുപിടിക്കണം? അമ്മ ഞാൻ പറയുന്നതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ? ഇതൊക്കെ ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കുന്നുണ്ടണ്ണ. അല്ല അണ്ണനൊക്കെ എന്ത് പറഞ്ഞു? ആ നീളം കൊടുവരില്ല, അത് പോറ്റിയുടെ കയ്യിൽ എടുക്കണം. എടുക്കണം അണ്ണ, നമുക്ക് എന്തായാലും അതിനൊരു ഐഡിയ പറഞ്ഞതാവണ്ട. ഐഡിയ നമുക്ക് സെറ്റ് ആക്കണ. ഒരു മിനിറ്റ്. ഐഡിയ കിട്ടിയോ അമ്മ? ഐഡിയ കിട്ടിയോ? കിട്ടിയണ്ണ, കിട്ടി ഐഡിയ കിട്ടി. ഗുഡ് ഐഡിയ. ബാലാമണി, ആ നീലക്കുടുവിൽ എടുക്കാൻ നീ എന്നെ ഒന്ന് സഹായിക്കോ? അയ്യോ എനിക്ക് പേടിയാ, അച്ഛൻ എന്നെ വഴക്ക് പറയും. പേടിയോ? ഇപ്പൊ എന്താ വഴിയൊന്നും എടുക്കാൻ? ആ ഒരു വഴിയുണ്ട്. അയ്യോ അച്ഛൻ വിളിക്കുന്നു, ഞാൻ പോട്ടെ. അമ്മ എന്തെങ്കിലും ആയോ? ആയണ്ണ, ആയി. സംഭവം ഈ പൂറ്റിയാള് കുലിസിതനാവാ കേട്ടെ. കുളിച്ചിട്ടാ? അപ്പൊ എന്ത് ചെയ്യാം? അതൊക്കെ ചെയ്യാന്ന എന്റെ ഒരു വഴിയുണ്ട്. അങ്ങനെ ഫോണൊക്കെ എടുക്കാൻ നാഗവല്ലിനെ ഇറക്ക്. നാളെ വരില്ല, ഞാൻ വിളിക്കൂല, നീ വിളി. ഓ ഈ അണ്ണന്റെ ഒരു ഷൈ. എന്നാ പിന്നെ ഞാൻ തന്നെ വിളിക്കാം.
അമ്മ ഹാപ്പി അല്ല അണ്ണ, ഹാപ്പി അല്ല. എന്താ ഹാപ്പി അല്ലേ? പറ അമ്മ. അണ്ണ, എന്റെ ശരീരം എന്റെ ഒപ്പാണെങ്കിൽ എന്റെ ഹൃദയം ഇവിടെ ഇല്ല അണ്ണ. എവിടെ അമ്മ? പറ, നിന്റെ ഹൃദയം എവിടെ അമ്മ? അത് പിന്നെ അണ്ണ, പറ അമ്മ. എന്റെ ഹൃദയം അണ്ണന്റെ പുറകിൽ നിൽപ്പുണ്ടാണ്. ഇവിടെ ബാലാമണി. അതെ അണ്ണ, അതെ, ആ ബാലാമണി തന്നെ. എന്റെ സ്വപ്നത്തിലെ രാജകുമാരൻ, മൈ സ്ലീപ്പിംഗ് പ്രിൻസസ്. പിന്നെ അണ്ണ, ഒരു കാര്യം കൂടി. എന്താ പറ. ഈ അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങളൊന്ന് അനുഗ്രഹിക്കണം. നന്നായി വാ, നന്നായി. എളുപ്പമാണ്. റങ്കച്ചേട്ടെ കൊണ്ടുവരുന്നു പറഞ്ഞാൽ കൊണ്ടുവരുന്നു. അമ്മാനെ വിളിച്ചു. എങ്ങനെയുണ്ട് കൊള്ളാം മോനെ, തുറക്ക. അണ്ണ? ഷാളായി ഓക്കെ മോനെ, തുറക്ക. ഒന്ന് തുറക്കാൻ മോനെ. അണ്ണ, ഇത് സ്റ്റെക്കായി പോയിട്ടണ്ണ. ഇതൊക്കെ ശ്രദ്ധിക്കണ്ട അമ്മാനെ. അയ്യോ, സോറി അണ്ണ. ഇത് നീലക്കൊട്ടുവേലിയാണെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കുന്നതിനെ? അത് കഴിച്ചു നോക്കിയിട്ട് പറ. കാണപ്പോകത് അങ്കിളെ ചിങ്ങളുടെ കാണാനില്ല അങ്കിളെ. ചിന്നുവിന്റെ മുറിയിൽ കിട്ടിയ പപ്പ എന്നോട് ക്ഷമിക്കണം പപ്പ. ചിന്നുവിനെ കൊണ്ട് ചിന്നുവിനെ സ്നേഹിക്കുന്ന ഒരാള് എന്റെ വാസുവിന്. വാസുവിന്റെ അങ്ങോട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് അടിവയറ്റിൽ മഞ്ഞ വീണ സുഖമായിരുന്നു പപ്പ. വാസുവിനെ വിളിച്ചാൽ എനിക്ക് പോകാൻ പറ്റില്ല പപ്പ. ചിന്നുവിനെ വേണ്ടത് ചിന്നുവിനെ വേണ്ട. ബായ് പപ്പ. ഒരാവശ്യത്തിനും എന്നോട് യാതൊരു കള്ളിന് തുണ്ടിനും മാത്രം എന്നോട് എല്ലാം സ്നേഹത്തിന് മാത്രം റെന്നോട് നിശ്ചയമാകുമ്പോൾ പോലും യാതൊരു ലവ് ആദ്യമായിട്ട്